കണ്ടൻസ് ഇതൊക്കെ കുറെ ഉണ്ട്. പുല്ല് ഒന്നും വേണ്ട. കുറെ സ്പെസിഫിക്കേഷൻ. ചുമ്മാ കിളി പോകുന്ന ഈ കാലിട്ട് അരയ്ക്കുന്ന സൗണ്ടും വായിക്കണ്ടായിരുന്നു. പുല്ല് വെങ്കായം. ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരണത്. കാരണം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ തുടങ്ങി, എല്ലാം കൂട്ടിക്കെട്ടി വീട്ടിലിരിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ പുറത്തിറങ്ങി ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരുന്ന് നമ്മുടെ പറമ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിങ് വീഡിയോ ആണ്. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നേരെ വീഡിയോയിലോട്ട് കിടക്കുമ്പോൾ പറയും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. BY-M1 മൈക്രോഫോണാണ്, മൈക്ക്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് വീഡിയോ എടുക്കുമ്പം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കുറച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതായത് ഈ മൈക്ക് നമ്മുടെ ഫോണിൽ DSLR അതുപോലെ വേറെ ഡിവൈസ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അങ്ങനത്തെ കുറേ എണ്ണത്തിന് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഈ BY-M1 എന്ന് പറയുന്നത്. അതുപോലെ നല്ല ക്വാളിറ്റി കൂടിയ വോയിസ് അല്ലെങ്കിൽ ഓഡിയോ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ വീഡിയോയ്ക്കകത്ത് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന മൈക്കാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ LR44 എന്ന് പറയുന്ന ബാറ്ററി ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു സിംഗിൾ ബാറ്ററിയാണ്. അത് ക്യാമറയിലും അതുപോലത്തെ ഡിവൈസിലൊക്കെ യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ബാറ്ററിൻ്റെ ആവശ്യമുള്ളൂ. ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ ബാറ്ററിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡിങ് ലേബൽ ക്ലിപ്പ്, അതായത് നമ്മുടെ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അതും കിട്ടുന്നുണ്ട്. അതുപോലത്തെ അതിൻ്റെ മൈക്കിൻ്റെ അതായത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സ്പോഞ്ചും പിന്നെന്താണ് ക്ലീൻ ചെയ്യാനുള്ള അങ്ങനത്തെ കുറേ ഐറ്റം, പിന്നെ എന്തൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷാണ് മൊത്തം തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നാണ് ഇവർ പറയണത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ പറഞ്ഞാൽ മൈക്കിൻ്റെ ഒക്കെ ഇച്ചിരി ഉള്ളൂ, അതായത് വലിയ സീനൊന്നും ഇല്ലാത്തതാണ്. അതുപോലെ ക്യാമറയ്ക്കകത്ത് യൂസ് ചെയ്യാൻ ബാറ്ററി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അത് പോട്ട്. അപ്പോൾ നേരെ നമുക്ക് പ്രൊഡക്റ്റ് കീറി മുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്ട് ഇതോ ഇവിടെ ഇരിപ്പുണ്ട്. സേഫ്റ്റി ഫോർ ഫസ്റ്റ്. നേരത്തെ തേക്കേണ്ടതായിരുന്നു, തന്നിട്ട് കാര്യമില്ല. കുറച്ചിനകത്തിരിക്കട്ടെ. എവിടെയൊക്കെ കറങ്ങി എവിടെയൊക്കെ സീറ്റിൽ കൂടെ ഒക്കെ ചെയ്യുന്നു കറങ്ങി തിരിച്ച് വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നൈസായിട്ട് അതിൻ്റെ മുറിവുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ BY-M1 എന്ന് പറയുന്ന നമ്മുടെ മൈക്ക് ഇതാണ്ട കിടക്കുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആക്കുന്നതാണോ തുറക്കുമ്പോഴത്താണ്. ഇതാണ് സ്ഥിതി. അവിടെ ഇതാണ് നമ്മുടെ മൈക്ക് എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഒരു കിറ്റ്. ആ കിറ്റ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ബോയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് വരുന്നത് ഇവിടെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ വായിച്ചത് കേട്ടോ. സാധാരണ വരുന്ന എല്ലാ പ്രൊഡക്റ്റിനകത്തും വരുന്ന പോലെ തന്നെ അതിൻ്റെ മാനുവൽ ബുക്കും കുറേ ഉണ്ടല്ലോ പേപ്പറൊക്കെ. ഇത് സ്റ്റിക്കറാണ് കേട്ടോ, ബോയേൻ്റെ തന്നെ. അത് കൊടുത്തിട്ട് എന്തിനകത്ത് ഇവിടെ ഒട്ടിക്കാനൊന്നും ഇല്ല. ചൈന വേണ്ട. ഇതെന്താണ് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. എല്ലാ പ്രൊഡക്റ്റിനകത്തും ആ ബോക്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു സാധനമാണ്. എന്താണിത്? ഈ കൂടി ഞാൻ വേറെ എവിടെയോ കണ്ടിരിക്കുന്നു. ഓക്കെ, അത് വിട്. ഇതാണ് നമ്മുടെ സ്പോഞ്ച്, മൈക്കെ കുത്തി കയറ്റി വെക്കുന്ന സ്പോഞ്ച്. പിന്നെ അതിനകത്ത് ക്ലിപ്പും അറിയുന്നില്ല. ഇത് നമ്മുടെ ബാറ്ററി. എന്താണ് ബാറ്ററിൻ്റെ പേര്? LR44. ആ ബാറ്ററിയാണിത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയ്ക്കകത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ വേണ്ട സാധനമാണ്. അതായത് PC, ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുത്തിക്കാനുള്ള സാധനം. ബാറ്ററി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ, ഈ ബാറ്ററി ഞാൻ വേറെ എവിടേക്ക് കണ്ടിരിക്കുന്നു. ബാറ്ററി എന്ന് പറഞ്ഞാൽ ചെറിയ ബാറ്ററിയാണ്. മറ്റേ എന്താണ് ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റില്ല, അതുപോലത്തെയാണ്. ഇത് നമുക്കിപ്പം സ്മാർട്ട് ഫോണിൽ ഇതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പെട്ടിയും കിടക്കൊക്കെ ഇട്ട് ഈ രണ്ടെണ്ണം ഞാനിവിടെ വെക്കുകയാണ്. അപ്പം നമുക്ക് മൈക്കിനകത്തൊക്കെ ഒന്ന് കുത്താൻ വേണ്ടി ക്ലിപ്പ് ചെയ്ത് വെക്കണ്ടേ. ഇതിവിടെ ഇരിക്കട്ടെ, ബാക്കിയെല്ലാം ഞാൻ പെട്ടീൻ്റെ ഉള്ളിൽ കയറ്റട്ടെ. ഒരു കുഞ്ഞി കടം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മൈക്ക് ഇതാണ്ടേ ഇരിപ്പുണ്ട്. മൈക്ക് ജസ്റ്റ് ഒന്ന് പുറത്തെടുക്കാം. നല്ല കവറ്. പണ്ടൊക്കെ എന്താണ് ചില്ലറയൊക്കെ എടുത്തൊക്കെ ഒരു ചെറിയ കൂട് കിട്ടൂലേ, അതുപോലെ ഉണ്ട്. അവിടെ ഇരിക്കട്ടെ.
ഇതിൻ്റെ നീളം എത്രയാണെന്ന് വെച്ചാൽ വെയ്റ്റ് 2.5 ഗ്രാം. വേണ്ട. സിഗ്നൽ നോയ്സ് 3.5 മില്ലിമീറ്റർ. അത്ര നല്ല വള്ളിയുണ്ട്, അതായത് കുറേ വള്ളിയുണ്ട്, അത്ര അറിയത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് അതിനകത്ത് തന്നെ ഇരിക്കുന്നതാണ്, ഒരു ബെൽറ്റ് പോലത്തെ സാധനം. അത് നല്ല ക്വാളിറ്റി ഉണ്ട്, ബോയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു അതിൻ്റെ ബാറ്ററി ഇടുന്ന സ്ഥലം ഇവിടെയാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ എഴുതുന്നതാണ് തുറക്കാൻ അങ്ങോട്ട്. ഓക്കെ, ഇവിടെയാണ് ബാറ്ററി ഉണ്ട്. ബാറ്ററി ഇട്ടാൽ നമുക്കിപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബാറ്ററിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ വരുന്നില്ല. അടച്ച് വെച്ചേക്കാം. കുറച്ചിരിക്കാനുള്ള പുല്ല്. ഇതിനും ഒരു എന്താണ് കപ്പിൻ്റെ ഒക്കെ പുറകുവശത്ത് ക്ലിപ്പ് പോലെ ഇരിക്കുന്നതുണ്ട്, അതെവിടെയെങ്കിലും കുത്തിക്കയറ്റാനായിരിക്കും. ഇതാണ് നമ്മുടെ മൈക്ക്. ഇതിനകത്താണ് മറ്റേ സ്പോഞ്ച് വരുന്നത്, അതും കൂടെ ഇട്ടേക്കാം. സ്പോഞ്ചും ക്ലിപ്പ് നമുക്കൊന്ന് ഇട്ടാം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇങ്ങോട്ട് ക്ലിപ്പ് ഇടാം. അതിട്ടിട്ടുണ്ട്, ഉണ്ടല്ലോ. സ്പോഞ്ച് ഇവിടെ പോയി പറന്നു പോയി ഗൈസ്. എന്താണ് ചെറിയ തോടെയാണല്ലോ. ഓക്കെ, അപ്പോൾ അതായിട്ട് ഞാൻ ഇത് മൊത്തം അഴിക്കണം എന്ന് പറയുന്നില്ല, അഴിച്ച് അതുവരെ ഇത് അഴിച്ച ഊരൊക്കെ കൊടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഇതാ ഓഫും ഓണൊക്കെ എന്ന് പറഞ്ഞ സ്വിച്ച് ബോയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓഫ് ഓണും, അത് ഓഫ് ഓണെന്നല്ല, ക്യാമറയിലോട്ട് ഇപ്പിട്ടാൽ ഇത് ക്യാമറ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഓഫും സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ സ്വിച്ചസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിപ്പം ഓഫിലാന്ന് പറഞ്ഞ് ഓഫാന്നും പറയുന്നതും വേണ്ട, അത് സ്മാർട്ട് ഫോണും കൂടെ ഉണ്ട്. ഈ സ്മാർട്ട് ഫോണിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഈ സ്വിച്ച്. ഇത് മേലോട്ടാക്കിയാൽ ക്യാമറയിലോട്ട്, താഴോട്ടാക്കിയാൽ നമ്മുടെ സ്മാർട്ട് ഫോൺ അതുപോലത്തെ കാര്യങ്ങൾ. ക്യാമറയിലോട്ട് മാത്രമല്ല മറ്റേ ഡിവൈസിലോട്ട്, അതായത് ലാപ്ടോപ്പ്, PC, അതൊക്കെ അതുകൊണ്ട് നമുക്ക് ക്യാമറയിലോട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ആ വീഡിയോ വിഷ്വലും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാനത് കുത്തിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോ വിഷ്വലും കൂടെ ഞാൻ കാണിച്ചു തരാം. എന്നാൽ നമുക്ക് സൗണ്ട് ഈ കേൾക്കുന്ന ഇപ്പം മൈക്ക് യൂസ് ചെയ്തിട്ടില്ല, കാരണം മൈക്ക് എൻ്റെ കയ്യിലിരിക്കുകയാണ്. സോ മനസ്സിലായി കാണുമല്ലോ. അപ്പം മൈക്ക് കുത്തിക്കഴിഞ്ഞ് കണക്ട് ചെയ്തൊക്കെയുള്ള വോയിസും വീഡിയോയും ഒക്കെ കാണിക്കാം. അപ്പോൾ എല്ലാം അടങ്ങാറ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ മൈക്ക് ഫോണിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ക്ലിപ്പ് ചെയ്യാം. ഓക്കെ, ഹലോ കേൾക്കുന്നുണ്ടോ? അപ്പം മൈക്ക് ഇത് ഇത്രയും വാക്കിയാണ്, ഇത്രയും വള്ളി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഉടുപ്പിൻ്റെ അടിയിൽ കൂടെയാണ് ഇടുന്നത്, അത് ഞാൻ ഇടുന്നില്ല. ഇതെവിടെ എവിടെയെങ്കിലും കണ്ട് ഇവിടെ എവിടെയെങ്കിലും കണ്ട് ചെയ്തു. ഓക്കെ, അതവിടെ കണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയൊന്നുമല്ല, ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ? ഇവിടെ കണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. കേൾക്കുന്നുണ്ടെന്നും മര്യാദയ്ക്ക് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. BY-M1 ചേച്ചിയുടെ ഫോട്ടോയൊക്കെ കൊടുത്തുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് കുറേ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും കൊടുത്തിരിക്കാം. ജസ്റ്റ് ഒന്ന് മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. ക്ലിപ്പ് ഓൺ മൈക്ക് ഫോർ സ്മാർട്ട് ഫോൺ, DSLR, ക്യാം കോഡേഴ്സ്, ഓഡിയോ റെക്കോർഡേഴ്സ്, PC, എക്സെട്ര. ഓമിനി ഡയറക്ഷണൽ കണ്ടൻസർ മൈക്രോഫോൺ. അതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൈക്കിൻ്റെ കാര്യമാണ്. അത് 360 ആംഗിൾ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അതായത് ചുറ്റിനുള്ളതെല്ലാം സൗണ്ട് എന്ത് കേൾക്കും, അത് നമ്മുടെ സൗണ്ട് മാത്രം, നോയ്സ് അല്ല കേട്ടോ. പിന്നെ ഹൈ ക്വാളിറ്റി കണ്ടൻസർ ഇൻസ് ഐഡിയൽ ഫോർ വീഡിയോസ്, അതായത് ഹൈ ക്വാളിറ്റിയുള്ള വോയിസ്, നമ്മുടെ വോയിസ് എന്നാൽ ക്വാളിറ്റിയോടെ കേൾക്കുമെന്ന്. ലോ ഹാൻഡിൽ നോയ്സ്, അതെന്ന് പറഞ്ഞാൽ പുറത്തുള്ള നോയ്സും കാര്യങ്ങളും അതൊന്നും കേൾക്കത്തില്ല. ഇൻക്ലൂഡിങ് ലേബൽ ക്ലിപ്പ്, അതാണ് ഈ സാധനം, ഈ മുതലേൻ്റെ ഭാഗത്തിലിരിക്കുന്ന സാധനം, അത് വിട്. പിന്നെ LR44 എന്ന് പറഞ്ഞ ബാറ്ററി, അത് ഇതിനകത്താണ്. അത് ക്യാമറയ്ക്കകത്ത് യൂസേജിനകത്ത് വരുന്ന, സ്മാർട്ട് ഫോണിനകത്ത് യൂസേജ് വരുന്നില്ല. അതുപോലെ ഫോം വിൻഡ്സ്ക്രീൻ, ഇതാണോ? അതെന്തിനാവട്ടെ, സാറിനത് കിട്ടിയിട്ടില്ല. അതിന് ഏതാണെന്ന് എനിക്കറിയുന്നില്ല, അത് വേറെ കാര്യം. 1x4 അഡാപ്റ്റർ, 1x4 അഡാപ്റ്റർ വായിക്കണ്ടായിരുന്നു പുല്ല്. സ്പെസിഫിക്കേഷൻ വായിക്കാം. ഈ മേൽ പറഞ്ഞ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടോ എന്ന് ഞാൻ മേടിച്ച് നോക്കിയോളാം. ട്രാൻസ്ഡ്യൂസർ, ഇലക്ട്രിക് കണ്ടൻസർ, ഇതൊക്കെ കുറേ ഉണ്ട് പുല്ല്, അതൊന്നും വേണ്ട. മൊത്തം ഇംഗ്ലീഷിലാണ്, വായിക്കാൻ പറ്റാത്ത വായിക്കൊള്ളാത്ത കുറേ പേരും
സംഭവം പൊളിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പം തന്നെ ഞാൻ നോക്കിയായിരുന്നു. എനിക്ക് സൗണ്ടൊക്കെ ഇച്ചിരി കൂടെ നന്നായിട്ട് ബെറ്റർ ആയിട്ട് എനിക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം പൊന്തിരിക്കുന്നുണ്ടല്ലേ, കൂറലൊക്കെ വേണ്ട. അപ്പം എന്താണ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയ്ക്കകത്തും വരുന്ന പോലെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോണം കേട്ടല്ലോ. അപ്പം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്, കൊറോണയുടെ രൂക്ഷം അതികഠിനമായി കയറി വരികയാണ്. ആയതിനാൽ എല്ലാവരും വീട്ടിലിരിക്കേണ്ടതാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ പോലീസൊക്കെ ഓടിച്ചോളും, നല്ല അടി കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുക, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ അടുത്ത അടിപൊളി കണ്ണൻ കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നതോടെ വരെ ഗുഡ് ബൈ.